ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ടിപ്സോ ഒന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ മുഖമൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നടക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അത് ആപ്പിൾ കിടന്ന് ബഹളം വെക്കണേണ്, അവനെയും കൂടി കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു 5 മണി തുടങ്ങി ഒരു 5:30 വരെ നടക്കുകയുള്ളൂ. അല്ലാണ്ട് അധികം അങ്ങനെ കൂടുതൽ നേരം നടക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് എത്ര ദിവസത്തിനാണെന്നും എനിക്കറിയാൻ പാടില്ല. ചിലപ്പം ഒരു ഇത് തോന്നി അങ്ങ് കുറച്ച് ദിവസമൊക്കെ നടക്കും, ചിലപ്പം മടി വരും, നടക്കില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ്, ബോഡിയൊക്കെ നല്ലൊരു ഫിറ്റാവും. അപ്പോൾ നമുക്ക് അന്ന് തോന്നും ഒരു നല്ലൊരു എനർജി ഉള്ള പോലെ തോന്നും നമുക്ക് നടന്നൊക്കെ കഴിയുമ്പം. അപ്പം കറക്റ്റ് ഒരു അരമണിക്കൂർ കേട്ടോ, അതിൽ കൂടുതലുള്ള നടപ്പൊന്നുമില്ല. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുക്കളയും കുസ്തിയും കൂടിയാണല്ലോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കയറത്തില്ല. രാവിലെ ഞാൻ അമ്പലത്തിൽ പോവും. അപ്പോൾ അതിനു മുമ്പ് പുട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുഴച്ച് ഒന്ന് നനച്ച് വെച്ചിട്ടൊക്കെ പോകും. ചപ്പാത്തി ആണെങ്കിൽ കുഴച്ച് വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്ലാവിൽ നിന്നൊരു ചക്കയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ തീരുമാനം. പുട്ടും ചക്കയും എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വിളക്ക് കത്തിക്കണം, ഇനി അമ്പലത്തിൽ പോകണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡെയിലി നമ്മളിത് ചെയ്യുന്നതാണ്. പിന്നെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ദിവസം പോകത്തില്ല. പക്ഷെ നമ്മളൊക്കെ ഒരാഴ്ചയാകുമ്പോൾ നമ്മൾ ഭയങ്കര മടിച്ചിയായി പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീച്ചപ്പോൾ നമുക്ക് ധൃതിയില്ലല്ലോ കുളിക്കാനായിട്ട്. എന്നിരുന്നാലും എന്തായാലും ഞാനൊരു 8 മണിക്കുള്ളിൽ കുളിച്ചിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ എന്തായാലും കുളിച്ചിരിക്കും. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ ഡെയിലി പോകുമ്പോൾ നമ്മുടെ രാവിലെ തന്നെ കുളിയൊക്കെ അങ്ങ് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി പാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാച്ചിയൊക്കെ വെക്കോട്ടെ. അപ്പം ഞാൻ അതൊന്നും കാണിച്ചില്ല. പിന്നെ രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനും ക്യാമറ കൊണ്ട് കിടക്കേണ്ട ഒരു ഇതായിരുന്നു. നമുക്കതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇനിയിപ്പം വിളക്ക് കത്തിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകും. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഏതാണ്ട് ഒരു 7:45 ആകുമ്പോഴേക്കും വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ധൃതിയില്ലല്ലോ നമുക്ക്. പിന്നെ പിള്ളേരൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. വെച്ചാൽ അവർക്ക് 7:30 വണ്ടി വരും. അപ്പോൾ അതിനുള്ളിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് രാവിലെ നടക്കാനൊക്കെ പോകാം. അപ്പോൾ ചേട്ടനാണെങ്കിൽ 9 മണിക്ക് പോയാൽ മതി. അപ്പോൾ കുറച്ച് നമുക്ക് സാവകാശമുണ്ട് ചെയ്യാനായിട്ട്. പിന്നെ പിള്ളേരുള്ളപ്പോൾ മാത്രം നമ്മൾ ധൃതിക്ക് എന്തെങ്കിലുമൊക്കെ അവർ വരുമ്പോഴാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധൃതിയൊക്കെ കാണത്തുള്ളൂ. അപ്പം ഞാനിപ്പം ചേട്ടനപ്പം നടക്കാൻ പോയേക്കണേണ്. ചേട്ടനപ്പോൾ വരുമ്പം ഒരു 7-7:30 ആകും വരുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ ഞാനും അമ്പലത്തിലൊക്കെ പോയി വരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ. അപ്പോൾ ഇപ്പം മണി ഒരു 6:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളേ. അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇത് റെഡിയായി. അപ്പോൾ നമ്മുടെ തൊട്ട് തന്നെയാണ് ഈ അമ്പലം. ഒരു 10 മിനിറ്റേ ഉള്ളൂ വീട്ടിൽ നിന്ന്. 10 മിനിറ്റ് തന്നെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊന്ന് തൊഴുത് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെ നമ്മൾ ഡെയിലി അങ്ങനെ തൊഴുത് അതൊരു റൊട്ടീനായി മാറിയേക്കണേണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഗണപതി ഭഗവാന്റെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെയും വിളക്ക് കത്തിക്കേ.
അങ്ങനെ എനിക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കിട്ടി. അപ്പം അങ്ങനെ ചടപടേന്ന് വീട്ടിലെത്തും. പിന്നെ നമുക്കധികം ടൈമില്ല. ആ 1 മണിക്കൂറുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അപ്പം ഞാൻ രാവിലെ തന്നെ പുട്ടിനൊക്കെ പൊടിയൊക്കെ നനച്ച് വെച്ചിരുന്ന്. അപ്പം 2 ചിരട്ട പുട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പിന്നെ വലിയ കാര്യമായിട്ട് നമുക്കിന്ന് പുട്ടാട്ടോ, അധികം ധൃതി വേണ്ടല്ലോ. കുറച്ച് പുട്ട് 2 പേർക്കുള്ള ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഏത്തപ്പഴം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചക്കയൊന്നും മുറിക്കാൻ എനിക്കപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ ചക്കയൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ ചേട്ടന് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. അപ്പോൾ ചിലപ്പോഴാണെങ്കിൽ ഞാൻ ഒരുമിച്ചിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും വേറെയൊക്കെ ജോലി ഉണ്ടെങ്കിൽ എനിക്കപ്പോൾ ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ട്. അപ്പോൾ അലക്കി അവിടെ എടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അരി ഇടുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ വൈകിട്ടത്തേക്ക് നമുക്ക് ചോറ് വേണ്ട. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഉഷയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ മോളുടെ കല്യാണമാണ് ശനിയാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിയുണ്ട്. അപ്പോൾ വൈകിട്ട് അങ്ങ് പോകണം. അപ്പോൾ കുറച്ച് ചോറ് നമുക്ക് വെച്ചാൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ റൈസ് കുക്കറിലായിട്ട് വെക്കുന്നത്. റൈസ് കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കുള്ള ചോറ് ശകലം മതിയല്ലോ നമുക്ക്. അപ്പോൾ ഇപ്പം ഞാനത് കുക്കറിലിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടി ഞാൻ ചേട്ടനുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ചേട്ടൻ കഴിച്ച് പോയി. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ. ഈ ഒരു 2 പേർക്കുള്ള കുറച്ച് ചോറ് നമ്മൾ കലത്തിലിട്ട് വെക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. പക്ഷേ ചേട്ടന് ഇഷ്ടമല്ല കുക്കറിലിട്ട് വെക്കണം, വെന്ത് പോകുമെന്നൊക്കെ പറയും. അപ്പോൾ ഞാനിന്ന് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് 2 വിസിൽ വരുമ്പോൾ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ഓഫ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നെല്ലാ കറികളൊക്കെ ഉണ്ടാക്കണം. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇന്നങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്യണം. അപ്പോൾ ഇവിടെ ചേട്ടനാണെങ്കിൽ ചാറുകറി ഉണ്ടായാലേ മതിയാവും, അല്ലാണ്ട് ചോറ് തിന്നണ വിഷയമില്ല. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഇതിവിടെ മസ്റ്റാണ് ചാറുകറി. അപ്പം ഞാൻ ഇന്ന് മീൻ ഒന്ന് മേടിച്ചതാണ് ചേട്ടൻ. നമ്മുടെ ഇതില്ലേ കഷ്ണം മീൻ മുറിച്ച് മേടിക്കണം, അതാണ്. അപ്പോൾ അത് ഒരു വലിയ പീസൊക്കെ ആക്കിയാണ് മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പോഴാണ് ഞാൻ പാത്രം ഒരു 3-4 പാത്രം ഉണ്ടായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അതിൻ്റെ കുറച്ചെടുത്ത പാത്രമൊക്കെ ഉണ്ടാകും പുട്ട് നനച്ച്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് കഴുകി വെച്ചിട്ട് നമ്മുടെ മീനിൽ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പപ്പുള്ള പാത്രം അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിങ്കിലധികം പാത്രവും ഉണ്ടാകത്തില്ല. അപ്പോൾ 3-4 പാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് കഴുകിയെടുത്ത് മാറ്റണേണ്. പുറത്ത് ഒരു കൊട്ടയിൽ ഞാനിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ. അപ്പോൾ അതാകുമ്പോൾ അവിടെ ഇരുന്ന് വെയിലോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് എടുത്ത് വെച്ചാൽ തുടക്കേണ്ട കാര്യമൊന്നുമില്ല പാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ പുറത്തോട്ട് വെക്കുവാണ്. അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്ത് കിട്ടിയാലും കുറച്ചും കൂടിയൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മറ്റേതിൽ പൂച്ചക്കുള്ള മീനാണേ. അപ്പോൾ അവർക്ക് കുറച്ച് കൊടുക്കണം. അപ്പോൾ അവരും റെഡിയായിട്ട് എത്തിയിട്ടുണ്ട് താഴെ. അവർക്കറിയാം അവരുടെ സമയമായി. അപ്പോൾ അത് കാരണം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ 2 പേരും. അപ്പോൾ ഞാനിത് അത് കാരണം കുറച്ചും കൂടിയൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ ആക്കി ഒന്ന് മുറിച്ചൊക്കെ എടുത്ത് വെച്ചേ. അപ്പോൾ ഇത് ഞാൻ തേങ്ങ അരച്ച് വെക്കാനാണ് വിചാരിച്ചത്. നമുക്ക് അപ്പോൾ കുറച്ച് കഷ്ണം എടുത്തിട്ട് കറി വെക്കുള്ളൂ കേട്ടോ. 2 പേരുള്ള കാരണം നമ്മൾ അടുപ്പിച്ച് തന്നെ നമുക്ക് ഒരേ കറി തന്നെ വെച്ച് മടുത്തു പോവും. അപ്പം കുറച്ചൊന്ന് കറി വെക്കും, പിന്നെ എടുത്ത് കുറച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും. അപ്പോൾ മുറിച്ച് മേടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെട്ടണ്ട അങ്ങനെയുള്ള വലിയ ജോലികളൊന്നും വരുന്നില്ല. പിന്നെ ഉപ്പിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്താൽ മതിയല്ലേ. അപ്പോൾ നല്ല എളുപ്പമാണ്. ഇവിടെ മിക്കവാറും എനിക്ക് തോന്നുന്നു എപ്പോഴും ഇങ്ങനത്തെ കഷ്ണം മീനേ മേടിക്കത്തുള്ളൂ. പിന്നെ മേടിക്കും, മത്തിയും അങ്ങനെയുള്ള ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ആണെങ്കിലും മോൾക്കൊക്കെ ആണെങ്കിൽ ഇതാണ് കാര്യം. ഇപ്പോൾ എന്നോട് വിളിക്കുമ്പോൾ ചോദിക്കും, ഇപ്പോൾ അവിടെ അവർക്ക് മീനൊന്നും ഇല്ലല്ലോ, അവിടെ പരിപ്പും
പരിപ്പും ചോറുമാണ് അവിടെ മെയിനായിട്ട്. അപ്പോൾ വരുമ്പോൾ മീൻ വേണമെന്നൊക്കെയാണ് പ്രത്യേകം പറഞ്ഞേക്കണേ എന്നോട്. ചിക്കനൊന്നും വേണ്ട, മീനാണ് വേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ജൂൺ അവസാനത്തോടെ മുളത്തോട്ടോ. അപ്പോൾ ഇവിടെ മീനൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് മേളിൽ കയറി ഇരിപ്പായി. അപ്പോൾ അവരുടെ മീനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, അത് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് മീനൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടണം. നമ്മൾ തേങ്ങ അരച്ചൊക്കെയല്ലേ വെക്കുന്നത്. അപ്പോൾ സാധാരണ തേങ്ങ ഒക്കെ നേരത്തെ ചിരണ്ടിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ 2 മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ പിന്നെ തേങ്ങയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ കറി വെക്കണതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലെടുത്ത് വെക്കും. ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഒരു പാത്രത്തിലോട്ട് ഒക്കെ എടുത്തൊക്കെ വെക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എപ്പോഴും ഒക്കെ എടുക്കണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ കറിയാണ് വെക്കണതെന്ന് വെച്ചാൽ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കും. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് കഴിയുമല്ലോ. ഇന്ന് നമുക്കതൊന്ന് തേങ്ങ അരച്ച് വെക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ മുളക് പൊടി ഇടും, കുറച്ച് മല്ലിപ്പൊടി, പെരുംജീരകം ഇടും കേട്ടോ. കുറച്ച് നല്ല ടേസ്റ്റാണ് പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങനെ അരക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇഞ്ചി കൊണ്ടുവന്നപ്പം അത് കഴുകി പുറത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നല്ല കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ പൊടി ഒന്നും കാണത്തുമില്ല, നല്ല ഫ്രഷായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ചുമ്മാ സിപ്ലോക്കിൻ്റെ കവറില്ലേ അതിലോട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് എൻ്റെ എല്ലാ വെജിറ്റബിൾസ് ഞാൻ ഇതിലിട്ടാണ് വെക്കുന്നത് ഇങ്ങനത്തെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാമല്ലോ ശരിക്കും എന്തൊക്കെയാണ് അകത്തിരിക്കണേന്ന്. അപ്പോൾ അത് ഞാനൊരു ഓൺലൈനിൽ നിന്ന് മേടിച്ചാണേ. അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് മീൻകറി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിക്കാനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അധികം എരിവൊന്നും വേണ്ട കേട്ടോ. പിരിയമുളക് പൊടിയാണ് എപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ അരച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം പുളിയും ഇടും, ഒരു തക്കാളിയും കൂടി ഇടുവേ. പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട്. അപ്പോൾ അധികം തേങ്ങ അങ്ങോട്ട് അരക്കത്തില്ല. അധികം തേങ്ങ അരച്ച് അങ്ങോട്ട് ഭയങ്കര കട്ട പോലെയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ അരച്ച് കുറച്ച് നമുക്ക് ഒഴിച്ചെറിയാക്കത്തക്ക രീതിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ഉലുവയും കടുകും പിന്നെ ഉള്ളിയും കൂടി താളിച്ചെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെഴുക്ക് പുരട്ടി വെക്കണമെന്ന്. എനിക്കാണെങ്കിൽ തോരനോടൊട്ടും താല്പര്യമില്ല. അപ്പം മെഴുക്ക് പുരട്ടിനോടാണ് എനിക്കിഷ്ടമുള്ളത്. എല്ലാത്തിലും തേങ്ങ ഇടണം എനിക്കിഷ്ടമല്ല. ഇവിടെ ചേട്ടനാണെങ്കിൽ നേരെ തിരിച്ചാണ്, എല്ലാം തോരൻ്റെ ആൾക്കാരാണ് അവരൊക്കെ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എൻ്റെ രാവിലെ തന്നെ എല്ലാ ജോലിയും കഴിയുന്നതാണ്. ചില ദിവസങ്ങൾ നമ്മളങ്ങനെയല്ലേ, ചിലപ്പോൾ നമ്മളങ്ങനെ ഒരു പണി കഴിയത്തുമില്ല. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇന്ന് രാവിലെ ഒന്നും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ജോലിയും കഴിയും. പിന്നെ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം കളയും. അപ്പോൾ ഒത്തിരി നേരം ഉണ്ടാവും. ഇന്ന് ഈ പറഞ്ഞ പോലെ ഒട്ടും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഒരു ചെറിയ ഇഷ്ടം തക്കാളി ഇട്ടാൽ മതി കേട്ടോ. എന്നാൽ നമ്മുടെ കുടംപുളിയിൽ പുളി ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ അതേ അടുപ്പത്തോട്ട് വെച്ചു. ഇനിയപ്പോൾ നമുക്ക്
ഇത് തിളക്കണ നേരത്ത് നമ്മുടെ വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? മുരിങ്ങാക്കോല കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. അതായത് മുരിങ്ങാക്കോൽ മെഴുക്ക് വരട്ടി. നിങ്ങൾ ഒരുപക്ഷെ പിന്നെ കോട്ടയത്തുകാരൊന്നും മുരിങ്ങാക്കോൽ മെഴുക്ക് വരട്ടി ഒന്നും വെക്കാറില്ല. ഞാനിവിടെ വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കും അതെങ്ങനെയാണ് മുരിങ്ങാക്കോൽ മെഴുക്ക് വരട്ടി ചോദിക്കും. എങ്ങനെ ആകെ ശകലം ഉണ്ടാവുള്ളൂ, എങ്ങനെ അത് കഴിക്കും എന്നൊക്കെ ചോദിക്കും. ചേട്ടന് ഇവിടുന്ന് ഇഷ്ടമല്ല, പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്, അവരാരും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പം മുരിങ്ങാക്കോൽ മേടിക്കാൻ പറഞ്ഞിട്ട് മുരിങ്ങാക്കോൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ എറണാകുളത്തോട്ടൊക്കെ വെക്കുമ്പോൾ മുരിങ്ങാക്കോലിൽ ഒരു ചെമ്മീൻ ഇടും കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ വിഷുവിന് പോയപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇപ്പം അതൊക്കെ തീർന്നു പോയി. ഇനിയിപ്പം വെറുതെ മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. എല്ലാവരും വിചാരിക്കും മുരിങ്ങാക്കോൽ, പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം, നല്ല ഇതാണ്. കുറച്ച് നീളത്തിൽ വേണം നമുക്ക് അത് പിന്നെ മുറിച്ചെടുക്കാനായിട്ട്. തീരെ പൊടിയായ നമുക്കത് ഇങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നീളത്തി ആക്കിയെടുക്കണം. പിന്നെ ലാസ്റ്റ് നമുക്കിത് ഉള്ളി ചതച്ചിട്ട് ആണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ചേട്ടൻ്റെ മെഴുക്ക് വരട്ടി എന്താണ് ഉണ്ടാക്കണതെന്ന് ഞാൻ ഫ്രിഡ്ജ് തുറന്നു. അപ്പോൾ ചേട്ടൻ ഇനി വേറൊരു മെഴുക്ക് വരട്ടി ഉരുളക്കിഴങ്ങാണ് ഇരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് രണ്ടുപേരും കഴിക്കുന്നതാണെങ്കിൽ ക്യാബേജ് ആണെങ്കിൽ തേങ്ങ ഇരണ്ടണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, ഇനി നമുക്ക് ഇത് തന്നെ എടുക്കാം, ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതും കൂടി റെഡിയാക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ് തേങ്ങ ഇരണ്ടല്ല. അതാണ് എനിക്ക് ഏറ്റവും മടുപ്പുള്ള ജോലി. ബാക്കി എന്ത് ജോലിയാണെങ്കിലും ചെയ്യാം, തേങ്ങ ഇരണ്ട ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തേങ്ങ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കുറച്ച് ചിരണ്ടി വെച്ചേക്കും. അതല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കണ ഇതില്ലേ ഉഷയെന്ന് പറഞ്ഞാൽ അത് വന്ന് തേങ്ങയൊക്കെ ഒത്തിരി ചിരണ്ടിത്തരും. അപ്പം ഞാൻ ഇതുപോലെ ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും, നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ. ഇപ്പം അയാളും കുറച്ച് തിരക്കിലാണ്, അപ്പം അതുകൊണ്ട് ആണ് തേങ്ങയൊക്കെ ചിരണ്ടുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും കൂടെ വെക്കണേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ മീനിൻ്റെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് എന്താ ഇതിലോട്ട് നമുക്കൊന്ന് താളിച്ചിടേണ്ട കാര്യമുള്ളൂ. അപ്പം ഞാൻ മെഴുക്ക് വരട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചതച്ച് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും സവാളയും ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി വെച്ചിട്ട് പിന്നെ അടുത്ത് അരിയാൻ വേണ്ടി പോകണ്ടല്ലോ. അതുകൊണ്ട് രണ്ടിനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങാക്കോലിൽ ഉള്ളി ചതച്ചാണ് നമ്മൾ മെഴുക്ക് വരട്ടി വെക്കുന്നത്. ഉരുളക്കിഴങ്ങിന് ഞാൻ ഉള്ളി ചതച്ചാണെങ്കിൽ അത്രയൊന്നുമല്ല, അതിന് ഞാൻ സവാളയാണ്. ഇതിപ്പോൾ എല്ലാം അരിഞ്ഞൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ എല്ലാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെഴുക്ക് വരട്ടിയൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ താളിക്കലാണ്. മീനിന് താളിച്ചിടണം. അപ്പോൾ അത് ചെറിയ ഉള്ളിയാണ്, അപ്പോൾ അതും അരിഞ്ഞ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വഴറ്റുന്നുണ്ട്. അത് ഞാൻ സവാള ഇട്ട് കൊടുത്ത് അത് എല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ നമ്മുടെ പണി കഴിയും. അല്ലാണ്ട് നമ്മൾ ഒന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അടുത്തത് വെച്ച് അപ്പോൾ ഒരുപാട് നേരം പിടിക്കും. ഇതാകുമ്പോൾ രണ്ടും പെട്ടെന്ന് കഴിയും. നമ്മുടെ പണി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ക്യാൻറ്റീൻ പൂട്ടിയിട്ട് നമുക്ക് പോകാം.
അപ്പോൾ ഇതിൽ ഉണക്കമുളക് ചതച്ചുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ എവിടെയോ കഴിഞ്ഞ ദിവസം പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ച് ഞാൻ വെച്ചായിരുന്നു. അത് നോക്കിയിട്ടൊട്ട് കാണുന്നുമില്ല. ഏതോ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നോക്കി വരുമ്പോഴേക്ക് ഇത് കഴിയും. അപ്പം ഞാൻ പിന്നെ സാധാ മുളക് പൊടിയാണ് ഇട്ടത്. സാധാ മുളക് പൊടി എന്ന് പറഞ്ഞാൽ പിരിയ മുളക് പൊടി. മറ്റേ മുളക് പൊടി നമ്മൾ എരിവുള്ള ഇവിടെ മേടിക്കാറില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് താളിച്ചിടണം. അപ്പോൾ അതൊന്ന് സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ദേ നമ്മുടെ പൊട്ടറ്റോ പീലിട്ട് കൊടുത്ത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ഉള്ളി ഞാൻ താളിച്ചയിലോട്ട് അത് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിലോട്ട് തന്നെ നമ്മുടെ മുരിങ്ങാക്കോലില്ലേ അത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ ദേ കുറച്ച് ഉള്ളി ചേർത്തതായിട്ടാണ്. എറണാകുളത്തോട്ടൊക്കെ മുരിങ്ങാക്കോൽ വെക്കുമ്പോൾ അതിലോട്ടില്ലേ ചെമ്മീനും കൂടി ഇടോട്ടെ അവിടെയൊക്കെ. നമ്മുടെ ഇവിടെ അങ്ങനെ ആരും മുരിങ്ങാക്കോൽ തന്നെ മെഴുക്ക് പറ്റി വെക്കാറില്ലെന്ന് തോന്നുന്നു. ഇവിടെ ചേട്ടനൊന്നും തൊടത്തില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ടൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചത് തന്നെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടേ. ഞാൻ എവിടെയോ ഉണക്കമുളക് വെച്ചായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണാനില്ല. ഉണക്കമുളക് ഞാൻ ചതച്ചിട്ടേ ഒരു പാത്രത്തിലിട്ട് വെച്ചായിരുന്നേ. ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക എവിടെയാണ്, അതും കാണാനില്ല. എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുളക് പൊടി തന്നെ ഇടുന്നത്. ഇച്ചിരി മഞ്ഞപ്പൊടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, കോട്ടയത്ത് ഇങ്ങനെ ചെയ്യത്തില്ല കേട്ടോ, എനിക്കറിയാം. കോട്ടയംകാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇത് നമ്മുടെ എറണാകുളം സ്റ്റൈലാണ്. നമ്മുടെ മുരിങ്ങാക്കോല് മെഴുക്ക് വരട്ടി. എന്ന് വെച്ച് ഇതിലോട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലതായിട്ട് വെച്ച് കൊടുക്കുക. ഇതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാം കുക്കിങ്ങും ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതാകണം, കഴിഞ്ഞില്ല. അപ്പം ഇതൊക്കെ അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അതുവരെയൊക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കൂടെ റെഡിയായേ. ഇത്തിരി വേപ്പിലയും കൂടി ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ മെഴുക്കുവരട്ടി റെഡി. നമ്മുടെ മുരിങ്ങക്കോലായി വരുന്നേ ഉള്ളൂ. അപ്പോൾ മുരിങ്ങാക്കോലിലോട്ട് നമുക്ക് ഇച്ചിരി വേപ്പില ഇട്ടേക്കാം. അപ്പോൾ അതേ നമ്മുടെ മെഴുക്കുവരട്ടിയും റെഡിയായി, മുരിങ്ങാക്കോല് മെഴുക്കുവരട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.